നാട്ടിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ശരിയാണ് സംഭവം. അതിലേറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ കാണുന്നത് ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാര്യം ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു. കാര്യം ഒരു പയ്യൻ 2 ദിവസം മുന്നെയാണ് ഈ സംഭവം നടക്കുന്നത്, കേസായതൊക്കെ. ഒരു i20-ക്കകത്ത് ഈ ഫ്ലെയിം ത്രോവറായിട്ട് വണ്ടി ആരോ അയച്ചു കൊടുത്താന്ന് തോന്നുന്നു MVDക്ക്. എന്തായാലും സംഭവം വണ്ടി ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി ടോയ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നൊരു സീന് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, അതിനകത്ത് ക്യാമറ ഉണ്ട്. CGTക്കുമായിട്ട് ബന്ധപ്പെട്ട വണ്ടി നമ്മൾ കസ്റ്റഡി എടുത്തിരിക്കുവാണ്. ഒരു വർക്ക്ഷോപ്പിന്റെ ഒതുങ്ങിയ കൂടുതലാണ് അവർ കൊണ്ടിട്ടിട്ടുള്ളത്. ഇതിന്റെ ടയറുകൾ ഒരുപാട് തരം ആൾട്രേഷൻസ് അകത്തൊക്കെ ചെയ്തിരിക്കുന്നു. രൂപേഷ്, അല്ലേ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ത്രോട്ടിൽ സിസ്റ്റം അവർ മാറ്റിയിട്ടുണ്ട്. ഇതില് എക്സോസ്റ്റില് മറ്റേ അഡീഷണൽ ഫ്യൂൽ ലൈൻ ടയറുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ടയറെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് എയർ ക്ലീനർ ആൾട്ടർ ചെയ്തേക്കാം. ഗ്യാസ് ബേൺ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ പവർ യൂണിറ്റ് അത് എങ്ങനെ ചെയ്യുന്നത്? അത് റിസർച്ച് സ്വിച്ച് ഉണ്ട്. അവിടെ സ്പാർക്കിളൊക്കെ ഫിറ്റ് ചെയ്യും. എക്സോസ്റ്റ് മഫ്ലറിൽ എത്തുന്നതിന് മുമ്പേ ഒരു ബൈപ്പാസ് ചെയ്തിട്ട് അപ്പൊ അവരുടെ ഫ്യൂൽ കണ്ടന്റ് കൂടെ കാണും. ആ സമയത്ത് എയർ ഫ്യൂൽ മിക്സർ അങ്ങോട്ട് എയർ ഫ്യൂൽ മിക്സറിലേക്ക് എന്നിട്ട് പെട്രോൾ വണ്ടികൾ അങ്ങനെ ചെയ്യുന്നത്. ഡീസൽ വണ്ടിയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ച് എക്സ്ട്രാ ഗ്യാസ് ഇഞ്ചക്ട് ചെയ്തു. നമുക്ക് വണ്ടി നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റാം, അല്ലേ? അതുപോലെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റാം. എന്തോന്നടേ ഇത്? ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ അവൻ ചെയ്ത് പൈസ കൊടുത്ത് അവൻ ചെയ്ത് ഒരു പരിപാടി അവൻ കാണിച്ചതിനാണോ ഇപ്പോൾ ഇവന്മാർ ഈ പരിപാടി കാണിച്ചത്? ഇതിൽ ഞാൻ ചെയ്ത ആ പുള്ളിക്കാരനെ ന്യായീകരിക്കുമൊന്നുമല്ല. കാര്യം ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് പോയതാണ് പുള്ളി. അതും റോഡിൻ്റെ നടുക്കോ അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഒന്നുമല്ല. അത് ഓപ്പൺ ഏരിയയിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് പുള്ളിക്കാരൻ ആ ഷോ നടത്തിയത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ വണ്ടി എന്തെങ്കിലും ക്രൈമിനാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച വണ്ടിയാണോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി പണിതതിൻ്റെ എഫേർട്ട് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ചീപ്പായിട്ട് ആ വണ്ടി തൂക്കി കൊണ്ടുപോയത്. മനസ്സിലായോ? മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അൾട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ നിയമ നടപടികൾ നോക്കുക വേണ്ടത്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആ വണ്ടി സ്റ്റോക്കിലേക്ക് കാണിക്കും എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോക്കിലേക്ക് മാറ്റിയിട്ട് വണ്ടി കാണിക്കും. അല്ലെങ്കിൽ ആ ഫൈൻ അടയ്ക്കുന്ന സമയം വരെ നിങ്ങൾക്ക് വണ്ടിയുടെ ഹോൾഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ സ്റ്റേഷനിലൊക്കെ കിടന്ന വണ്ടി നമുക്ക് അറിയാമല്ലോ, മഴയൊന്നുമില്ല, കാറ്റൊന്നുമില്ല, വെയിലൊന്നുമില്ല, കിടന്ന് തുരുമ്പെടുത്ത് പോകത്തേ ഉള്ളൂ. അതൊക്കെ കൊണ്ടാണ് പലരും വണ്ടി സ്റ്റേഷനിലേക്ക് പരമാവധി ഒരു ഹാൻഡ് ഓവർ ചെയ്യാത്തത്. ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രഷ് വാങ്ങിച്ച് അതിൽ കൂടുതൽ പൈസയാണ് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. എത്രയോ MVDമാർ അല്ലാത്തവരുണ്ട്, നല്ല ആൾക്കാർ. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആ റോഡിൽ ഇറക്കരുത്, റോഡ് യൂസിന് ഇറക്കരുതെന്ന് പറഞ്ഞു കൊടുത്ത് വിടും. നിങ്ങളെ കൊണ്ട് അതിനുപോലും ഉപകാരപ്പെട്ടില്ലല്ലോ ഈ ഒരു പരിപാടിയിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് പിടിക്കുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ അറ്റൻഷനൊക്കെ വാങ്ങിക്കും. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു രസമുണ്ട്. ഏതോ ഒരു മൂലയ്ക്ക് ഇരുന്ന് അയച്ചു തരുന്നതിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ പോയി ഇങ്ങനെ വണ്ടി പിടിച്ചിട്ടൊന്നും ഒരു കഥയില്ല. നിങ്ങൾ തന്നെ ചുമ്മാ കൊച്ചാവത്തേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി, നിങ്ങൾ എത്രത്തോളം ഹൈയിൽ നിൽക്കുന്നതാണെന്ന്. എന്നിട്ട് നിങ്ങൾ ഇതുപോലുള്ള വാണാലുകൾക്ക് വേണ്ടിയിട്ട് പണിയാനിറങ്ങും.